ബിഗ് ബോസ് മലയാളം സീസൺ 7 അപ്ഡേറ്റുകളിലേക്ക് തന്നെ പോകാം. അപ്പോൾ ഈ ഒരു ഹോട്ടൽ ടാസ്ക് ആരംഭിച്ചിരിക്കുകയാണ് സീസൺ 7-ൽ. അപ്പോൾ ഹോട്ടൽ ടാസ്കിൽ നമ്മുടെ കച്ചറ കണ്ടസ്റ്റൻസിന്റെ ഇടയിലേക്ക് 2 കച്ചറ ഗസ്റ്റുകൾ കൂടി വന്നു എന്ന് വേണം നമുക്ക് പറയാൻ. അതിൽ കൂടുതൽ അവരെ വിശേഷിപ്പിക്കാൻ എനിക്ക് വാക്കുകളില്ല. കാരണം ഇത്രയും സീസണുകളിൽ ഗസ്റ്റുകൾ വന്നു തുടങ്ങിയതിൽ പിന്നെ ഏറ്റവും മോശം 2 ഗസ്റ്റുകൾ എന്ന് വേണം നിലവിൽ വന്നിരിക്കുന്ന ഷിയാസ് കരീമും അതുപോലെ തന്നെ ശോഭ വിശ്വനാഥും. ഇവർ ഈ ഒരു സീസണിലേക്ക് ഗസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഹോട്ടൽ ടാസ്കിലേക്ക് ഗസ്റ്റ് ആയിട്ട് വന്നു കഴിയുമ്പോൾ വരുമ്പോൾ തന്നെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു എന്താണ് ഉള്ളിൽ പോയി നടക്കാൻ പോകുന്നത്. അത് തന്നെയാണ് നടന്നിരിക്കുന്നത്. വന്ന് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ തന്നെ വിഷം തുപ്പാൻ തുടങ്ങി. എസ്പെഷ്യലി ശോഭ അവർക്ക് ഫേവറേറ്റ്സ് ആയിട്ടുള്ള കുറച്ച് കണ്ടസ്റ്റൻസിനെ മാത്രം കൺസിഡർ ചെയ്യുകയും അതുപോലെ പുറത്ത് ഇതിനുള്ളിൽ നടന്ന പല വിഷയങ്ങളും മുൻ ആഴ്ചകളിൽ നടന്നിട്ടുള്ള കുറച്ച് കോൺട്രാവേഴ്സി ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾക്കെതിരെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ബിഹേവ് ചെയ്യുകയും അവരെ വളരെ മോശമായി ട്രീറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ അവരെ ഒന്ന് അകറ്റി നിർത്തുകയും അവർക്ക് താല്പര്യമുള്ള കുറച്ച് കണ്ടസ്റ്റൻസിന്റെ അടുത്ത് വന്ന് ഭയങ്കരമായിട്ടുള്ള ഫേവറിറ്റിസം കാണിക്കുകയും അവരോട് പുറത്തെ വിവരങ്ങളൊക്കെ പറയുകയും അവർക്ക് എങ്ങനെയാണ് പുറത്ത് സപ്പോർട്ട് ഉള്ളതെന്നൊക്കെ മാറ്റി നിർത്തി സംസാരിക്കുകയും അവരോട് വേണ്ട ഇൻഫോർമേഷൻസ് ഒക്കെ പാസ് ചെയ്യുകയും അവരെ വേണ്ട രീതിയിൽ കൺസിഡർ ചെയ്യുകയും ചെയ്യുന്ന ഒരു ശോഭനെയാണ് കണ്ടത്. അതുപോലെ ഷിയാസ് കരീം ആണെന്നുണ്ടെങ്കിലും ഫേവറേറ്റ്സ് ആയിട്ടുള്ള കുറച്ച് കണ്ടസ്റ്റൻസിനെ വിളിച്ചു നിർത്തി ഫേവറേറ്റ്സിസം കാണിക്കുകയും ഫേവറേറ്റ് ആയിട്ടുള്ള എസ്പെഷ്യലി അനുമോളൊക്കെ നമ്മുടെ സ്റ്റാർ മാജിക് ഫെയിമിൽ നിന്ന് ഇവരൊക്കെ ഒന്നിച്ചുള്ള ഒരു ആൾക്കാരാണ്. സോ അനുമോൾക്ക് വേണ്ടി ഉള്ളിൽ വന്നതുപോലെയും അനുമോൾക്ക് വേണ്ടി അനുമോൾ അവിടെ കുറച്ച് നെഗറ്റീവായിട്ട് നിൽക്കുന്ന രീതിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു പാവയുമായി ബന്ധപ്പെട്ട കണ്ടന്റുകളൊക്കെ നെഗറ്റീവായിട്ട് പുറത്ത് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു പാവയൊക്കെ എടുത്ത് പുറത്തേക്ക് കളയുകയും അനുമോൾക്ക് വേണ്ടി ഉള്ളിലേക്ക് വന്നതുപോലെ ആയിപ്പോയി. കാരണം ഇതുവരെയും ഒരു സീസണുകളിലും ഗസ്റ്റുകൾ വന്നു തുടങ്ങിയതിൽ പിന്നെ ഗസ്റ്റ് ഇങ്ങനെ ഹോട്ടൽ ടാസ്ക് ആണെന്നുണ്ടെങ്കിലും മറ്റു പല ടാസ്കുകളുടെ ഭാഗമായിട്ടാണെന്നുണ്ടെങ്കിലും ഗസ്റ്റുകൾ നമ്മുടെ സീസണിലേക്ക് എത്തുമ്പോൾ അവർ ആ ഒരു ഗസ്റ്റിന്റെ റോള് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാറുണ്ട്. ബിഗ് ബോസ് പറയുന്നത് പോലെ അവരുടെ കയ്യിൽ നിന്നും കുറച്ച് കണ്ടന്റുകളൊക്കെ ഇട്ട് പ്രോപ്പറായിട്ട് രീതിയിൽ അവരൊരു ഗസ്റ്റായിട്ട് തന്നെ നിലനിർന്ന് മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. എന്നാൽ ഇവർ ഇതിന്റെ ഉള്ളിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു ഗസ്റ്റ് എന്ന റോള് മറന്നിട്ട് അവരൊരു ഗെയിമർ അല്ലെന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ നിൽക്കുന്ന പല കണ്ടസ്റ്റൻസിനും എതിരെ ഗെയിം കളിക്കാൻ പല കണ്ടസ്റ്റൻസിനോടും വൈരാഗ്യം വെച്ച് പുലർത്തിക്കൊണ്ട് സംസാരിക്കുന്നതും പെരുമാറുന്നതുമാണ് നമ്മൾ ഓരോ നിമിഷവും കണ്ടത്. അതുപോലെ ഗസ്റ്റിന്റെ റോളുകൾ മറന്ന് അവരവർക്ക് തോന്നുന്നത് പോലെ അല്ലെങ്കിൽ ഒരു ഹോട്ടലിന്റെ ഓണർ എന്ന നിലയിലേക്ക് മാറി പലരെയും പണിഷ്മെന്റ് അല്ലെന്നുണ്ടെങ്കിൽ പലരെയും പണിയെടുപ്പിക്കുന്നതും ഒരു ഓണർ ചെയ്യേണ്ട കാര്യങ്ങൾ ഗസ്റ്റായി വന്നവർ ചെയ്യുന്നതാണ് നമ്മളൊക്കെ കണ്ടത്. ഒരു ഗസ്റ്റ് ചെയ്യേണ്ട റോളുകൾ തന്നെ അവർ മറന്നുപോയി. അതുപോലെ നമ്മുടെ ഈ ഒരു സീസണിലുള്ള കുറച്ച് കച്ചറ കണ്ടസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു നിലവാരവും ഇല്ലാത്ത കുറച്ച് വാഴ കണ്ടസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ അടുത്ത ഒരു ടാസ്കും കുളവാക്കാൻ പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇതുവരെയും വന്ന സകല ടാസ്കുകളും പല രീതിയിൽ കുളമാക്കി. ഇത് ഈ ഒരു ഹോട്ടൽ ടാസ്ക് തുടങ്ങുമ്പോഴും ബിഗ് ബോസ് പറയുന്നുണ്ട് ബിഗ് ബോസിന്റെ ഒരു ക്ലാസിക് ടാസ്കുകളിൽ ഒന്നാണ് ഹോട്ടൽ ടാസ്ക് എന്ന് പറയുന്നത്. അത് വളരെ മനോഹരമായി ചെയ്യണം. ടാസ്ക് ലിറ്ററിൽ വളരെ മനോഹരമായി തന്നെ അത് എങ്ങനെ ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണം, ഓരോരുത്തരെയും റോളുകൾ വ്യക്തമായിട്ട് തന്നെ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പോലും ആ റോളുകൾ മനസ്സിലാക്കാതെ ഗസ്റ്റുകൾ വന്നു കഴിയുമ്പോൾ എല്ലാവരും ഗസ്റ്റിന് ചുറ്റും കൂടി നിൽക്കുക, എല്ലാവരും ഒന്നിച്ച് നിൽക്കുക, വെറുതെ അടിയും ബഹളവും വഴക്കുമായിട്ട് മുന്നോട്ട് പോകുക, ഓരോരുത്തരുടെ റോളുകൾ പറയുന്നത് ബിഗ് ബോസ് ഇടയ്ക്കിടയ്ക്ക് 2-3 തവണ ഇൻഫോം ചെയ്തു പ്രോപ്പറായിട്ട് ടാസ്ക് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള റോളുകൾ കൈകാര്യം ചെയ്യുക. ഇതിലൊന്നും താല്പര്യമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈഗോ വെച്ച് പുലർത്തിക്കൊണ്ട് പല കണ്ടസ്റ്റൻസും വെറുതെ അവിടെ സമയം വേസ്റ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ ആ ഒരു ടാസ്ക് കുളമാക്കുന്നതുമാണ് കണ്ടത്. ഒടുവിൽ വന്നിരിക്കുന്ന ഗസ്റ്റും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നത് കണ്ട് ബിഗ് ബോസ് തന്നെ ലിവിംഗ് റൂമിൽ വിളിച്ചിരുത്തി എല്ലാവരോടുമായിട്ട് പ്രോപ്പറായിട്ട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള റോൾ കൈകാര്യം ചെയ്യൂ, അതല്ലാതെ എല്ലാവരും ഒന്നിച്ചിരുന്ന് സംസാരിച്ച് പുറത്തെ കാര്യങ്ങളും സംസാരിച്ച് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളും ഡിസ്കസ് ചെയ്ത് വന്നിരിക്കുന്ന ഗസ്റ്റും കണ്ടസ്റ്റൻസും അനാവശ്യമായിട്ടുള്ള വിഷയങ്ങൾ എടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കാതെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള റോളുകൾ സംസാരിച്ച് ടാസ്കിനെ മനോഹരമാക്കാൻ ലാസ്റ്റ് ബിഗ് ബോസിന് തന്നെ പറയേണ്ടതായിട്ട് വന്നു. അതുവരെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് നമ്മുടെ ഈ ഒരു സീസണിലെ കണ്ടസ്റ്റൻസ്. കഴിഞ്ഞ ടാസ്കുകളൊക്കെ എങ്ങനെ കുളമാക്കുന്നോ ആ രീതിയിൽ തന്നെയാണ് മുൻപോട്ടും ഇവര് നോക്കിക്കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ടാസ്കിനെ എങ്ങനെ വളരെ മോശമായ രീതിയിൽ എത്തിക്കാം. അതുപോലെ നമ്മുടെ ഗസ്റ്റ് ആണെന്നുണ്ടെങ്കിലും ഒരു രീതിയിലും അവരെ ഒരു ഗസ്റ്റിന്റെ ഒരു റോള് പ്രോപ്പറായിട്ട് ചെയ്യുന്നില്ല. അവര് വന്ന് അവർക്ക് താല്പര്യമില്ലാത്ത കുറച്ച് കണ്ടസ്റ്റൻസിനോട് വൈരാഗ്യം തീർക്കാനും വേണ്ടിയിട്ടും അവരെ എങ്ങനെയെങ്കിലും ഡീഗ്രേഡ് ചെയ്യാനും വേണ്ടിയിട്ടുമുള്ള പ്രവർത്തികളാണ് ഇവർ രണ്ടുപേരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഷിയാസിന്റെ അടുത്ത് നിന്ന് അത്രയ്ക്ക് അങ്ങോട്ട് വരുന്നില്ലെങ്കിൽ പോലും ഷിയാസ് മാക്സിമം നമ്മുടെ അനുമോളുടെ അടുത്തൊരു സപ്പോർട്ടീവ് ആയിട്ടല്ലെങ്കിൽ അനുമോളെ എങ്ങനെയെങ്കിലും കപ്പെടുപ്പിക്കണം എന്നുള്ള ഒരു ത്വരയോടുകൂടിയുള്ള പ്രവർത്തികൾ മാത്രമാണ് ചെയ്തു കൂട്ടുന്നത്. എന്നാൽ ശോഭനെ സംബന്ധിച്ച് ശോഭയ്ക്ക് താല്പര്യമില്ലാത്ത ശോഭയുടെ കാഴ്ചപ്പാടുകളിലോട് എതിർത്ത് നിൽക്കുന്ന കുറച്ച് കണ്ടസ്റ്റൻസിനെ വളരെ മോശമായ രീതിയിൽ താഴ്ത്തിക്കെട്ടാനും അവരെ വളരെ വൈരാഗ്യ
വൈരാഗ്യബുദ്ധിയോട് കൂടി അവരോട് പെരുമാറുന്ന കാഴ്ചയൊക്കെയാണ് കണ്ടത്. നമ്മുടെ ലക്ഷ്മിയോടൊക്കെയാണ് എസ്പെഷ്യലി. ലക്ഷ്മി പറഞ്ഞ കാര്യങ്ങളൊന്നും ശരിയാണെന്നോ തെറ്റാണെന്നോ ഒന്നും നമ്മളിവിടെ പറയുന്നില്ല. അവർ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കളിക്കുന്ന ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് ആണ്, നിലവിലെ കണ്ടസ്റ്റൻസ് ആണ്. അവരുടെ കയ്യിൽ നിന്ന് തെറ്റ് കുറ്റങ്ങളൊക്കെ ഉണ്ടാകും. അതനുസരിച്ച് നമ്മൾ പ്രേക്ഷകർ വിലയിരുത്തും. അത് പോയിട്ട് അവിടെ അവരുടെ അടുത്ത് കാണിക്കേണ്ടതോ അല്ലെങ്കിൽ അവരോട് അതിന്റെ വൈരാഗ്യ ബുദ്ധിയോട് കാണിക്കേണ്ട കാര്യങ്ങളോ ഒന്നുമില്ല. അവർ ഗസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നിൽക്കുക, കുറച്ചൊക്കെ നമുക്ക് അക്സെപ്റ്റബിൾ ആണ്. ബട്ട് നമ്മൾക്കൊരു ഗസ്റ്റ് ആയിട്ട് ചെല്ലുമ്പോൾ ഗസ്റ്റിന്റെ റോളുകൾ കൈകാര്യം ചെയ്ത് ആ ഒരു ടാസ്കിനെ മനോഹരമാക്കുകയാണ് വേണ്ടത്. അതല്ലാതെ ഒരു ഓണറുടെ ഒരു ഇതെടുത്തിട്ട് അവർക്ക് പണിഷ്മെന്റ് ആയിട്ടുള്ള രീതികളിലും അല്ലെങ്കിൽ ഓണർ കൊടുക്കുന്ന ഡ്യൂട്ടികളും അല്ലെങ്കിൽ അവരുടെ ജോലികൾ പലതും ഒരു ഓരോ കണ്ടസ്റ്റൻസിന്റെ റോളുകൾ മറന്നുകൊണ്ട് ലക്ഷ്മി ഒരു ജനറൽ മാനേജർ ആയിട്ട് അവിടെ നിൽക്കുമ്പോൾ തുടയ്ക്കാനും തൂക്കാനും ഒക്കെ പറയുന്നതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. ലക്ഷ്മി അത് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ അത് ലക്ഷ്മി വളരെ നീറ്റായിട്ട് ചെയ്തു എന്ന് വേണം അത് മനസ്സിലാക്കാൻ. എനിക്ക് തോന്നുന്നു ശോഭയൊക്കെ ഈ ഒരു ടാസ്ക് കഴിഞ്ഞ് വെളിയിലേക്ക് പോകുമ്പോൾ മിക്കവാറും ലക്ഷ്മിക്കൊക്കെ കുറച്ചുണ്ടായിരുന്ന നെഗറ്റിവിറ്റി മാറി പോസിറ്റീവ് ആകാനുള്ള സാധ്യതകളുണ്ട് പ്രേക്ഷകർക്കിടയിൽ. കാരണം അതുപോലെയുള്ള നെഗറ്റിവിറ്റിയാണ് ശോഭയൊക്കെ അവിടെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ സീസണുകളിലൊക്കെ എങ്ങനെയായിരുന്നോ ശോഭയുടെ സീസണിൽ ശോഭ എങ്ങനെയായിരുന്നോ പ്രേക്ഷകരെയൊക്കെ എങ്ങനെയാണ് അവരെ കണ്ടത്, അതുപോലെ വിഷം തുപ്പിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സീസണിൽ വന്ന്. കുറച്ച് ഫണ്ണായിട്ട് എടുത്ത് നമ്മൾ പ്രേക്ഷകർക്ക് കുറച്ച് ഫൺ എലമെന്റ്സ് എന്ന് ആ ടാസ്കിന്റേതായ രീതിയിൽ കണ്ട് കുറച്ച് ഫണ്ണായിട്ടുള്ള മൊമെന്റ്സുകൾ നൽകാനും മികച്ച രീതിയിൽ ആ ഒരു ടാസ്ക് കൈകാര്യം ചെയ്യുന്നതിനും പകരം ഇതുപോലെ പുറത്തെ കണ്ടന്റുകളൊക്കെ വെച്ച് മനസ്സിൽ വൈരാഗ്യ ബുദ്ധിയോട് കൂടിയൊക്കെ പെരുമാറി കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ഒരു ടാസ്ക് നന്നാകുന്നത്? ബിഗ് ബോസിന്റെ ഈ ഒരു ഗസ്റ്റിന്റെ തെരഞ്ഞെടുപ്പ് തന്നെ എനിക്ക് വളരെ മോശമായിട്ട് എനിക്ക് തോന്നി. കാരണം കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് കുറച്ചും കൂടി ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല കുറച്ച് ആൾക്കാരെ ബിഗ് ബോസിന്റെ പല സീസണുകളിലായിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരെ ആരെങ്കിലും കൊണ്ടുവരുകയായിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം ഈ ഒരു സീസൺ ഓൾറെഡി ഭയങ്കരമായിട്ടുള്ള ഡൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കണ്ടസ്റ്റൻസിന്റെ സൈഡിൽ നിന്ന് മികച്ചത് എന്ന് പറയാൻ ഒന്നും തന്നെ ഇല്ല. അപ്പം കുറച്ച് ഇമ്പാക്ട് സൃഷ്ടിക്കാൻ പറ്റുന്ന കണ്ടസ്റ്റന്റ് അല്ലെങ്കിൽ ഈ ഒരു ഗെയിമിനെ ഫണ്ണായിട്ട് എടുക്കാനും ഫൺ എലമെന്റ്സ് കൊണ്ടുവരാനും ഈ ഒരു ടാസ്കുകളൊക്കെ നല്ല രീതിയിൽ കളിപ്പിക്കാനും സാധിക്കുന്ന ഗസ്റ്റുകൾ എത്തുമായിരുന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ നിലവിലെ കണ്ടസ്റ്റൻസിനെ കുറച്ച് ഫോമിലാക്കാനും അവരെ പല രീതിയിലുള്ള ടാസ്കുകളിലും ഗെയിമുകളിലേക്കും ഒക്കെ ഒന്ന് ആക്റ്റീവ് ആക്കി ഈ ഒരു ടാസ്ക് എങ്കിലും അറ്റ്ലീസ്റ്റ് മികച്ച രീതിയിലാക്കാൻ ബിഗ് ബോസിന് സാധിച്ചേനെ. എനിവേസ് നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായം പറയുക. ഷിയാസ് അതുപോലെ തന്നെ നമ്മുടെ ശോഭ ഇവര് ഗസ്റ്റ് ആയിട്ട് വന്നതിൽ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? മികച്ച രീതിയിലുള്ള ഗസ്റ്റ് റോളുകൾ അവർ കൈകാര്യം ചെയ്യുന്നുണ്ടോ എന്നൊക്കെയുള്ള അഭിപ്രായങ്ങളൊന്ന് ഷെയർ ചെയ്യുക. എന്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. രണ്ട് ഗസ്റ്റുകളിലും വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയത്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കുറച്ച് മോശം കണ്ടസ്റ്റൻസ് അല്ലെങ്കിൽ കുറച്ച് കച്ചറ കണ്ടസ്റ്റൻസിന്റെ ഇടയിലേക്ക് രണ്ട് കച്ചറ ഗസ്റ്റ് കൂടി വന്നു എന്ന് വേണം പറയാൻ. സോ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.